ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോയാണിത്. കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ലോങ് വീഡിയോ ഇടണമെന്ന്. ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നുണ്ട്. അത് റെഗുലർ ആയിട്ടൊന്നുമല്ല, വല്ലപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഓക്കെ ലോങ് വീഡിയോ ഇടണം. കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ എനിക്ക് കുറച്ച് മടിയായിരുന്നു. എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇടുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നൊന്നും ഇതുവരെ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു മടി, ബേസിക്കലി ഒരു മടി തന്നെയായിരുന്നു. അത് തന്നെയാണ് ചെയ്യാൻ പറ്റാഞ്ഞ്. പിന്നെ ഈസ്റ്റർ സമയത്ത് ഞാൻ വിചാരിച്ചു അന്നത്തെ ലോങ് വീഡിയോ ഇടാമെന്ന്. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് എടുത്തു വെച്ചു. പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടുത്തെ കുക്കിങ്ങിന് തിരക്കും പിന്നെ എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര റഷായിപ്പോൾ. അപ്പോൾ പിന്നെ എനിക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നും സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ഒരു ലോങ് വീഡിയോ അല്ല. കുടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു പ്ലാനാണ്, നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ നല്ല ഒരു ഡേ, പെട്ടെന്ന് മൈൻഡിൽ തോന്നിയൊരു ലോങ് വീഡിയോ എടുത്തേക്കാന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി പുറത്ത് പോയിട്ട്, അപ്പോൾ വിത്തൗട്ടിലേക്ക് ഇന്ന് നമുക്ക് പുറത്ത് പോകാം. സൺഡേ ആണ്. അപ്പോൾ ഇന്നാണ് ഫ്രീ ആയിട്ടുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമുക്ക് പുറത്ത് റെഡി ആവണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് ടൈം കുറവായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണമായിരുന്നു. ആൻഡ് നമുക്ക് 90 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു ഫ്രം മെൽബൺ ടു മാരിസ്വിൽ. ആൻഡ് യെസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയാണ്. സോ ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാകാം, കാരണം ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട്. ആൻഡ് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അതിനകത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു യൂട്യൂബ് ഷോർട്സ് ഇടുന്ന സമയത്ത് ഞാനത് വീഡിയോ എടുത്തു ആൻഡ് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അത് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഏകദേശം ഒരു 1 വീക്കോളം ആലോചിച്ചു. കാരണം ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ശരിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഞാൻ അതിൽ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാം. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്തു, ഓൺ വോയിസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഓഡിയോ കേൾക്കുമ്പോൾ എനിക്കറിയില്ല, മേ ബി എനിക്ക് മാത്രമാണ് അങ്ങനെയെന്ന്. എനിക്ക് പക്ഷേ എൻ്റെ ഒരു വോയിസ് കേൾക്കുമ്പോൾ എനിക്കൊരു തോന്നലാണ്, ഇത് കൊള്ളില്ല, കേൾക്കുമ്പോൾ എന്തോ പോലെ എന്ന്. എനിക്ക് മേ ബി അത് എൻ്റെ മാത്രമായിരിക്കും, അങ്ങനെ തോന്നുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ആദ്യം ഭയങ്കര ഇതുപോലെ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. കാരണം എനിക്കിങ്ങനെ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞങ്ങൾ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും കഷ്ടപ്പെട്ട് എടുക്കല്ലേ, എഡിറ്റ് ചെയ്യല്ലേ, എന്നാൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ 1-2 വീഡിയോസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. ഓക്കെ എന്തായാലും വലിയ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ഓൺ വോയിസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കഫേ കണ്ടപ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ അടുത്തത് പോയതൊരു വാട്ടർഫാളിലേക്കാണ്. ഞങ്ങൾ ആക്ച്വലി ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ് ഈ പ്ലേസിലേക്ക് വന്നത്. നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. കാരണം ഇത് കണ്ടപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതലും പോയേക്കുന്നത് ബീച്ചസ്, പിന്നെ പാർക്ക്, മോൾസൊക്കെ കാണാനാണ്. ആദ്യമായിട്ടാണ് വാട്ടർഫോൾസ് കാണുന്നത് ആൻഡ് ഈ ഒരു കൈൻഡ് ഓഫ് സീനറി ഒക്കെ കാണുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഐ റിയലി എൻജോയ് ദ ട്രിപ്പ്. എല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ സഡനായിട്ട് വരുന്ന ട്രിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു ലോങ് ഡേ കഴിഞ്ഞ് നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൺഡേയിലെ ഒരു ലോങ് വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.